സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീയിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ രാസക്രീഡയിൽ 65, 66, 67, 68 4 ദശകം നമ്മൾ പിന്നിട്ടു. 69ാമത്തെ അവസാനത്തെ അധ്യായമാണ് രാസക്രീഡയിൽ. കുസുമമഞ്ചരി എന്ന മനോഹരമായിട്ടുള്ള, എങ്ങനെ വേണമെങ്കിലും രാഗം പ്രയോഗിച്ച് ചൊല്ലാവുന്ന ഒരു വൃത്തമാണ് കുസുമമഞ്ചരി. ചില വൃത്തത്തിന് അധികം സംഗീതാത്മകത കൊടുക്കാൻ കഴിയും, എല്ലാറ്റിനും ഇങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. ഭഗവാന്റെ ആ ഒരു രാസക്രീഡയ്ക്ക് ഉചിതമായ വേഷത്തെ ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുകയാണ്. കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ചലൻ മകരകുണ്ടലം ഖാരജാല വനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദന്തദം സുമണിനൂപുരം രാസകേളിപരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. കേശപാശധൃത പിഞ്ചികാ വിതതി, തലമുടിയെ ആദ്യം വർണ്ണിക്കുകയാണ്. എങ്ങനെയാ മനോഹരമായിട്ടുള്ള പീലി ധാരാളമായിട്ട് കുത്തിയിട്ടുണ്ട്. ഒരു പീലിയൊന്നുമല്ല എന്നാണ്. നിരന്ന പീലികൾ നിരക്കവേ കുത്തി. എഴുത്തച്ഛൻ മഹാഭാരതത്തിൽ ഭഗവാനെ വർണ്ണിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ രംഗത്ത് വന്നിട്ടുള്ള കൃഷ്ണനെ കേശപാശധൃത പിഞ്ചിക, പീലി, മയിൽപീലി ആഭരണമായിട്ട് ധരിച്ചിട്ടുള്ള ഒറ്റ ആളേയുള്ളൂ കൃഷ്ണൻ. വേറെ അത് തലയിൽ ധരിക്കാൻ നോക്കിയിട്ടില്ല. ഇപ്പം കേശപാശം, അങ്ങനത്തെ കേശപാശത്തോട് കൂടിയിട്ട്, എങ്ങനത്തെ കേശപാശം? ധൃത പിഞ്ചിക, മദശിക പിഞ്ച എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ പീലി ചൂടിയിട്ടുള്ളത്. മാനസസഞ്ചരരേ എന്നുള്ള പാട്ടിലേ മദശികി പിഞ്ച അലങ്കൃത ചീകുരേ, അതാണ് ധൃത പിഞ്ചിക വിതതി. മനോഹരമായിട്ടുള്ള പീലി ധരിച്ചതായിട്ടുള്ള കേശത്തോടു കൂടിയവനും സഞ്ചലൻ മകരകുണ്ടലം, ഇളകിക്കൊണ്ടിരിക്കുന്ന കുണ്ടലങ്ങൾ. ഈ കാതിൽ ധരിക്കുന്ന ആഭരണങ്ങൾ 2 തരമുണ്ട്. ഒന്ന് ഇളകുന്നതും ഒന്ന് ഇളകാത്തതും. തോട, സ്റ്റഡ് ഇതൊക്കെ ഇളകാത്തതാണ്. അതിലേശൊരു മെച്യൂരിറ്റിയെ കാണിക്കണമെന്നാണ്. ചെറുപ്പക്കാർ കൊണ്ടിങ്ങനെ ഇളകണതാണ് രസം. കഴുത്തും തലയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഈ കുണ്ടലങ്ങളോ കർണാഭരണങ്ങളോ ഒന്നും ഇങ്ങനെ ഇളകുക. കുടക്കെടുക്കൻ ജമിക്കി കെട്ടി തൂക്കണ സാധനങ്ങൾ അത്രയും ഒന്നും കൂടി ഒരു ചെറുപ്പക്കാർക്ക് യോജിച്ചതെന്നാണ്. ഉള്ള കൃഷ്ണനും ഗോപികളും സഞ്ചലൻ മകരകുണ്ടലം. എങ്ങനത്തെ കുണ്ടലാണ്? ഇളകിക്കൊണ്ടിരിക്കുന്ന, ശരീരം വെട്ടിക്കുമ്പോഴും തല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴും ഇളകുന്ന ഒരു മനോഹാരിത ഉണ്ട് അതിനെന്നാണ്. അതാണ് സഞ്ചലൻ കുണ്ടലം, ഇളകുന്ന കുണ്ടലം, തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെയോ ഹാരജാല വനമാലികാലളിതം, എന്തൊക്കെയാണ് മാറത്ത് മനോഹരമായിട്ടുള്ള മാലകൾ. പിന്നെയോ വനമാല, അത് പൂക്കൾ കൊണ്ടും ഇലകളെ കൊണ്ട്, തുളസി, ചിലപ്പോൾ ഈ കൊന്നപ്പുടെ ഇലയൊക്കെ മാലയ്ക്ക് എടുക്കുന്നതാണ്. കല്യാണമാലയ്ക്ക് കൊന്നട ഇല തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെന്ന് പറയും ചിലർ തുളസി കൂട്ടിച്ചേർക്കും. കൊന്ന കിട്ടാനില്ലെങ്കിൽ തുളസി, ഏതിനും തുളസി ഒരു പരിഹാരമാണ്. എന്തായാലും ഇലകളും പൂക്കളെ കൊണ്ടും തീർത്ത മാലയാണ് വനമാല. പ്രകൃതിദത്തമാണ്, മുത്തോ പവിഴോ കൊണ്ടല്ല. അങ്ങനത്തെ വനമാല, ഹാരജാലം, മറ്റ് മാലകൾ, മുത്തുമാലകൾ, പവിഴമാലകൾ, വേല പിടിച്ചതും മിന്നി തിളങ്ങുന്നതും ഒട്ടും പഴക്കമില്ലാത്തത്.
ആയതായ ഹാരജാല വനമാലിക ലളിതം, വനമാലകളെ കൊണ്ട് ശോഭിക്കുന്നതും അത്യന്തം സുന്ദരമായിട്ടുള്ളതും അംഗരാഗഘനസൗരഭം, കുറിക്കൂട്ട്, അംഗരാഗം കുറിക്കൂട്ട്, അതിൻ്റെ സുഗന്ധം കൊണ്ട് ശോഭിക്കുന്ന ഒക്കെ വിശേഷണമാണ്, ഭഗവാന്റെ ശരീരത്തിൻ്റെ വിശേഷണങ്ങളാണ്. പിന്നെയോ പീതശേല ധൃതകാഞ്ചി കാഞ്ചിതമുദഞ്ജതം ശുമണിനൂപുരം. പീതശേലം മഞ്ഞപ്പട്ട്, ധൃതകാഞ്ചി കാഞ്ചിതം അതിൻ്റെ ചുറ്റും അഴിഞ്ഞു പോവാതിരിക്കാൻ കെട്ടിയ കാഞ്ചി അരപ്പട്ട, സ്വർണ്ണമണികളുള്ളതായിട്ടുള്ള അരപ്പട്ട, അത് മനോഹരമായിട്ട് ശോഭിക്കുന്നതും ആയ മഞ്ഞപ്പട്ടോടുകൂടിയ, മഞ്ഞപ്പട്ടിൻ്റെ വിശേഷണമായിട്ടാണ് ഇവിടെ അരപ്പട്ട, അരപ്പട്ട കെട്ടിയതായ മഞ്ഞപ്പട്ട് ഓടുകൂടിയവനും രാസകേളി പരിഭൂഷിതം, രാസക്രീഡയ്ക്ക് സർവഥാ ഉചിതമായതും, രാസകേളിക്ക് ഉചിതമായിട്ടുള്ളതും, പരിഭൂഷിതം തവ രൂപം, അങ്ങയുടെ രൂപം അല്ലയോ കൃഷ്ണ ഗുരുവായൂരപ്പ, കലയാമഹേ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു. വളരെ വ്യക്തമാണ്, ഒരുപാട് വർണ്ണനയുടെ ആവശ്യമൊന്നുമില്ല അതിന്. കേശപാശധൃത പിഞ്ചിക ഒന്നാമത്തെ, പിതതി സഞ്ചലൻ മകരകുണ്ടലം രണ്ടാമത്തെ, ഹാരജാല വനമാലിക മൂന്നാമത്തെയും നാലാമത്തെയും. ഹാരജാലം ഉണ്ട്, വനമാലികയുണ്ട്, അത്രയും നോക്കാനുള്ളൂ അതിൽ. അംഗരാഗം നാലാമത്തെ, കനസൗരഭം കുറിക്കൂട്ട് കൊണ്ട് ശോഭിക്കുന്നതും, പീതചേലധൃത മഞ്ഞപ്പട്ടുടുത്തതും, കാഞ്ചി കാഞ്ചിത മുദഞ്ജദംശു മണിനൂപുരം മനോഹരമായിട്ടുള്ള സ്വർണം കൊണ്ടുള്ള അരപ്പട്ട കെട്ടിയവനും, അങ്ങനെ ഉള്ള രാസകേളി പരിഭൂഷിതം തവഹി രൂപമീശ കലയാമഹേ, രാസക്രീഡോചിതമായ അങ്ങയുടെ വേഷത്തെ അല്ലയോ കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അംഗരാഗത്തിൽ കുങ്കുമം, അഖില, കസ്തൂരി, ഗോരോചനം, ചന്ദനം 5 കൂട്ടുണ്ടാവുന്ന, അത് ചേർത്ത കുറിക്കൂട്ട് ഏതോ അത് അംഗരാഗം, പഞ്ചാംഗരാഗം എന്ന് വേറെടുത്ത് പറയും ചിലപ്പോൾ. അങ്കേ പഞ്ചാംഗരാഗേർ കേശാദിപാത വർണ്ണനയിലെ കുങ്കുമം, അഖില, കസ്തൂരി, ഗോരോചനം, ചന്ദനം, ഇതാണ് അംഗരാഗത്തിലത്തെ കൂട്ട്. താവദേവ കൃതമണ്ഡനേ കലിത കഞ്ചുളീക കുചമണ്ഡലേ ഗണ്ഡലോല മണികുണ്ടലേ യുവതി മണ്ഡലേഥ പരിമണ്ഡലേ അന്തരാസകല സുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനു രാസകേളിമൈ കഞ്ചനാഭ സമുപാദത. ഈ ഭഗവാൻ മനോഹരമായിരിക്കുന്ന വേഷം ധരിച്ചു, ഗോപസ്ത്രീകളും വേഷം ധരിച്ചു. കാട്ടിൽ പോയി ഈ വേഷം കെട്ടാനുള്ള സൗകര്യം എങ്ങനെ ഉണ്ടായി? അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കാര്യമായിട്ടുള്ള മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ വാരിക്കെട്ടി ഉടുത്തു, മേല് തേച്ച് പോന്നു. കണ്ണിൽ അണിയേണ്ട അഞ്ജനം കവിളത്തും മൂക്കത്ത് ഒക്കെ അണിഞ്ഞു എന്നാണ്. ഒറ്റക്കണ്ണിൽ മാത്രം മഷി എഴുതി എന്നും വേഷഭൂഷാദികൾ തിരിച്ചാമർച്ച അണിഞ്ഞു എന്നൊക്കെയല്ലേ പറഞ്ഞത്. അത് കഥയിൽ ചോദ്യമൊന്നുമില്ല എന്നേ ഇപ്പം അതിന് പറയാനുള്ളൂ. എന്തായാലും അവരൊന്ന് വേഷം നന്നാക്കി. താവദേവ അപ്പോൾ തന്നെ, അല്ലയോ ദേവ, കൃതമണ്ഡനെ ഗോപതരുണികളെല്ലാം ആഭരണങ്ങൾ ശരിയാക്കി അണിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ശരിയല്ലാതെ അണിഞ്ഞ ആഭരണങ്ങളെ ഒന്ന് ശരിയാക്കി എന്ന് പറയാം. അപ്പം ഇവിടെ വേണച്ചാൽ അത്രയേ ഉള്ളൂ. കൃതമണ്ഡനെ കലിത കഞ്ചുളീക കുജമണ്ഡലേ, മാറത്ത് ധരിച്ചതായിട്ടുള്ള കഞ്ചുളീകം നേരെയാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിരുന്നു പരിഭ്രമത്തിലേ. ഒന്നും ചിന്തയില്ലല്ലോ. ഭഗവാൻ ഓർത്താൽ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രത്തെക്കുറിച്ച്
പിന്നെ ചിന്തയുണ്ടാവുമോ? ഭക്തിയിലവർക്ക് അത് പാടില്ല എന്നും കൂടിയുണ്ട്. ശരീരബോധം, അത് ശ്രദ്ധയില്ലായ്മ എന്നല്ല പറയേണ്ടത്, അതിലൊന്നും പിന്നെ ശ്രദ്ധയില്ല. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, പോകണം. എന്തായാലും ആ ഒരു ഭാവത്തിലായിരുന്നു ഇവർ. അതൊക്കെ ഒന്ന് ശരിയാക്കി. ഏതായാലും രാസക്രീഡയല്ലേ, ഭഗവാൻ തൻ്റെ വേഷങ്ങൾ നേരെയാക്കിയപ്പോൾ ഗോപികൾക്കും ഒരല്പം ദേഹബോധം ഉണ്ടായിട്ട് എല്ലാ വേഷഭൂഷാദികളും ഒന്നങ്ങനെ നേരെയാക്കി. ഒരാളെ കാണുമ്പോൾ നമ്മൾ മുണ്ടൊക്കെ ഒന്ന് ശരിയാക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അതേപോലെ ഗണ്ഡലോലമണി കുണ്ടലേ യുവതി മണ്ഡലേ തപരിമണ്ഡലേ അതായത് പറഞ്ഞു ഗണ്ഡലോലമണി കുണ്ടലെ, കവിൾത്തടങ്ങളിൽ ആടുന്ന കർണാഭരണങ്ങൾ. കണ്ടോ, ഇവിടെ ആടുന്ന കർണാഭരണം അതൊന്നും കൂടി സൗന്ദര്യം കൂട്ടുന്നതാണ് ആടാത്തതിനേക്കാൾ. ഗണ്ഡലോല മണികുണ്ടലേ, ഗണ്ഡലോലം കവിൾത്തടത്തിൽ ഇളകി മുട്ടുന്ന, തല അങ്ങോട്ടും കൂടെ ഇളക്കുമ്പോൾ ഇളകി മുട്ടുന്ന കുണ്ടലങ്ങൾ ധരിച്ചിട്ടും. പരിമണ്ഡലേ, വൃത്താകൃതിയിൽ നിലകൊണ്ടപ്പോൾ. എല്ലാവരും വൃത്താകൃതിയിലാണ് നിലനിന്നതെന്നാണ്. ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ നൃത്തത്തിലൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ചില ഡാൻസുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നൃത്തമാണ് രാസക്രീഡ. അതിനേക്കാളും വലിയൊരു നൃത്തവിശേഷം ഉണ്ടോ വച്ച സംശയമാണ്. ഒരു കൃഷ്ണൻ ഒരു ഗോപി, ഒരു കൃഷ്ണൻ ഒരു ഗോപി, അന്തരേണ അങ്കനേണ അന്തരേണ അങ്കന. കർണാമൃതത്തിലും ഇല്ലെങ്കിലും വർണ്ണിച്ചത് അങ്ങനെ. ഒരു സ്ത്രീ ഒരു കൃഷ്ണൻ, ഒരു സ്ത്രീ ഒരു ഗോപി, ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ. പരിമണ്ഡലേ, അല്ലയോ കഞ്ചനാഭ, സർവേശ്വര, താമരപ്പൂ പോലെ ഇതിലുള്ള കണ്ണോ. നാഭി, താമരപ്പൂ ഏതൊരു ഭഗവാന്റെ നാഭിയിലാണുള്ളത്. നാഭി, കഞ്ചനാഭൻ, പത്മനാഭൻ ഒരേ അർത്ഥം തന്നെ. ഇന്ദിരാരമണ, ലക്ഷ്മീപതേ, ലക്ഷ്മി ദേവിയുടെ വല്ലഭനായിട്ടുള്ള സർവേശ്വര. സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ടല്ല താൻ ഇതിന് പുറപ്പെട്ടത്. ഏറ്റവും സുന്ദരിയായിട്ടുള്ള ലക്ഷ്മി ദേവി കൂടെ ഉണ്ടാവും, പിന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? അവിടെ അണ്ടർസ്റ്റുഡാണ്. ഇന്ദിരാരമണ, ഇന്ദിരയ്ക്ക് കൂടി അതിസുന്ദരനായിട്ടുള്ള അങ്ങ്. തതനു സകല സുന്ദരീ യുഗളമന്തര, എല്ലാ സ്ത്രീകളുടെയും നടുക്ക് ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ എന്ന നിലയിൽ സഞ്ചരിച്ചിട്ട്. കൈകൊട്ടിക്കളിയിലൊക്കെ ഉണ്ട്, ഏട്ടയിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് കിടക്കലും കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ട് കിടക്കലൊക്കെ അല്ലേ എന്ന പോലെ സകല സുന്ദരീയുഗളം അന്തരാസഞ്ചരൻ മഞ്ജുളാം രാസകേളിം സമുപാതഥ. ഇടയിലൊക്കെ അങ്ങോട്ട് കിടന്നിട്ടും അവിടുന്ന് ഇങ്ങോട്ട് കിടന്നിട്ടും വൃത്താകാരത്തിൽ മനോഹരമായിട്ട് രാസക്രീഡ അനുഷ്ഠിച്ചു. കേശപാശധൃത പിഞ്ചിക വിതതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാല വനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതശേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ജതം സുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. ഈ പ്രഭാതത്തിൽ ആ ഗുരുവായൂർ 2:30 ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ കോളാമ്പി കൂടെ അങ്ങനെ ഒഴുകി വരുന്നത് കേക്ക് തന്നെ വേണം. അത് അവിടുന്ന് കേൾക്കുന്ന ആ ഒരു പ്രതീതി ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. അവിടെയാണ് അദ്ദേഹം, വേറൊരു സംശയമില്ല അതിന്. അനുഭവമുള്ളവർക്കൊരു സംശയമില്ല, അവിടെ തന്നെയാണ് ഭഗവാൻ. അപ്പോൾ ആ 2:30 മണിക്ക് പ്രത്യൂഷം എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോഴത്തെ ഒരു പ്രതീതി കേട്ടവരൊക്കെ അറിയുള്ളൂ. താവദേവ കൃതമണ്ഡനേ കലിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോല മണികുണ്ടലേ യുവതി മണ്ഡലേത പരിമണ്ഡലേ അന്തരാസകല സുന്ദരി യുഗളം ഇന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളാം തദനു രാസകേളിമൈ കഞ്ചനാഭ സമുപാദത. ശുഭദിനം ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.